ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31 ബുധനാഴ്ചയാണ്. US മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് മാത്രമാണ് അവിടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത്. Q4 ഏർണിംഗ്സിന് ശേഷം നാസ്ഡാക്ക് ഇടിയുകയുണ്ടായി. US ടെക് സ്റ്റോക്കുകളിലെ ഇടിവ് ഇന്ത്യൻ ടെക് ADR സ്റ്റോക്കുകളിലും കാണാമായിരുന്നു. ചൈനയിൽ നിന്നും PMI ഡാറ്റ പുറത്തു വന്നു. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടേഷൻ ആയിട്ടാണ് ഡാറ്റ വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് IMF ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നു. ഒത്തിരിയേറെ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ട്. എങ്കിൽ ആദ്യം മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം വരാം. ലോ സൾഫർ ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ആഗോളതലത്തിൽ മൊത്തം വ്യാപാരത്തിന്റെ ഏകദേശം 10% സംഭാവന ചെയ്യുന്നതും ഇന്ത്യയാണ്. യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ലോ സൾഫർ ഡീസൽ കയറ്റുമതി 2023 ഡിസംബറിനെ അപേക്ഷിച്ച് ജനുവരിയിൽ 80% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ജനുവരിയിൽ പുറത്തുവരുന്ന ഡാറ്റ 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തും. യൂറോപ്യൻ ICE ലോ സൾഫർ ഗ്യാസ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച ഒരു ടണ്ണിന് $23 ഉയർന്നു. ഇത് സപ്ലൈ കൂടുതൽ ടൈറ്റ് ആകുന്നതിന്റെ ഒരു സൂചനയാണ്. ഇനി ലോ സൾഫർ ഡീസൽ ഇന്ത്യയിൽ നിന്നും കുറയാനുള്ള കുറച്ച് കാരണങ്ങൾ കൂടി നോക്കാം. റെഡ് സീയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം മൂലം അപകട സാധ്യതയുള്ള ബാബ് അൽ മണ്ടേബ് കടലിടുക്ക് വഴിയാണ് യൂറോപ്പിലേക്ക് ഇന്ത്യയിൽ നിന്നും ചരക്കുകൾ ലോഡ് ചെയ്യുന്നത്. കൂടാതെ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലെ ചില അറ്റകുറ്റപ്പണികളും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയാൻ കാരണങ്ങളായി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്പനികൾ കൂടി നോക്കാം. ഈ വാർത്ത റിഫൈനറി കമ്പനികളെയാണ് ഡയറക്ട്ലി ബാധിക്കുക. അതുകൊണ്ട് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ കമ്പനികൾ ഈ വാർത്ത പ്രകാരം ഫോക്കസിൽ വരുന്ന കമ്പനികളാണ്. വീണ്ടും ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻഫ്ലോസ് കൂടുതലായി വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആഗോള നിക്ഷേപകർ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കുന്നത് തുടരുന്നു. ലാർജ് ക്യാപ് ഫണ്ടുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ $549 ബില്യൺ ഇൻഫ്ലോ ഉണ്ടായി. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും ഒരു കുതിച്ചുചാട്ടം കാണാം. കഴിഞ്ഞ 5 ആഴ്ചയ്ക്കുള്ളിൽ $212 ബില്യൺ ഇൻഫ്ലോ വന്നത്. ഇനി സെക്ടറുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നത് IT ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളാണ്. മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, വിദേശ നിക്ഷേപകർ ചൈന വിടുകയാണ്. ഒപ്പം ഇന്ത്യയിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്കും അതുപോലെ IT ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലുള്ള കമ്പനികൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത, IMF ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നു. 2024 ലോക സമ്പദ് വ്യവസ്ഥ 3.1% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി IMF പറഞ്ഞു. ഇനി 2025 3.2% വളർച്ച കൈവരിക്കും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. 0.2% വർധനവാണ് വളർച്ചയിൽ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത്. ഇനി IMFന്റെ ഫോർകാസ്റ്റിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിലേക്ക് വരാം. 2024-25 സാമ്പത്തിക വർഷത്തിലും 2025-26 സാമ്പത്തിക വർഷത്തിലും 6.5% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നു. മുമ്പത്തെ IMF പ്രവചനത്തിൽ നിന്ന് 0.2% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് പ്രൊജക്ഷൻ 1.8% നിന്ന് 1.6% കുറഞ്ഞതോടെ ബാഹ്യമേഖല ശക്തമായി കാണപ്പെടുന്നു. ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. ആഗോള അപകട സാധ്യതകൾക്കിടയിലും ഫിനാൻഷ്യൽ ഇയർ 2025 GDP വളർച്ച ഏകദേശം 7% ആയിരിക്കും എന്നും IMF പ്രതീക്ഷിക്കുന്നു. ഇനി ലോക സമ്പദ് വ്യവസ്ഥ 2024 3.1% വളരും എന്ന് പറയുന്നു. ഇത് പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റവും ചൈനയിലെ സാമ്പത്തിക പിന്തുണയുമാണ് നവീകരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന് IMF ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ആഗോള പണപ്പെരുപ്പം 2024 5.8%, 2025 4.4% കുറയും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ തുടങ്ങിയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 21,522 0.99% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 21,800 മുതൽ 22,000 വരെയുള്ള സോൺ ജനുവരി 17 നിഫ്റ്റിയിലുണ്ടായ ഗ്യാപ്പ് ക്രൂഷ്യൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സോൺ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സോണിൽ ടച്ച് ചെയ്ത നിഫ്റ്റി തിരിച്ച് താഴേക്ക് വീണു. ഹവർലി ആൻഡ് ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ നെഗറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് എന്നാണ് അത് കാണിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ 21,200-നും 22,000-നും ഇടയിലാണ്. ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്കോ താഴേക്കോ
നിഫ്റ്റി നൽകുകയാണെങ്കിൽ അത് ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒരു മൂവ് തന്നെയായിരിക്കും. അപ്സൈഡിൽ 21,700 മുതൽ 21,800 വരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സോണാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,500 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് താഴേക്ക് വരികയാണെങ്കിൽ 21,300 ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ ആവാനും സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഒരു ബിയറിഷ്നെസ് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഡാർക്ക് ക്ലൗഡ് കവർ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,500 അതിനുശേഷം 21,700 അതിനുശേഷം 22,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 21,000 അതിനുശേഷം 21,500 അതിനുശേഷം 21,400 ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,700 സപ്പോർട്ടിലേക്ക് വന്നാൽ 21,500 മുതൽ 21,400 വരെയുള്ള സോൺ ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,367 0.16% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് 45,500 മുതൽ 45,600 വരെയുള്ള ലെവലുകൾ ടച്ച് ചെയ്ത് ഡൗൺ ആവുന്നതാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസവും കണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരങ്ങളിലേക്ക് എത്തും. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000 മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 അതിനുശേഷം 45,500 പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയത് 43,500 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 44,000 സ്ട്രൈക്കിലും അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സ് അങ്ങനെ 16 എന്ന റേഞ്ച് ടച്ച് ചെയ്തിരിക്കുന്നു. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 16.10 എന്ന നിലയിലാണ്. 2.69% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ യൂട്യൂബ് ലൈവ് ആരംഭിക്കുന്നത് രാവിലെ 11:30 മുതൽ 3:30 വരെയാണ്. ഒത്തിരിയേറെ സ്വിംഗ് സ്റ്റോക്കുകളെക്കുറിച്ചും F&A സ്റ്റോക്കുകളെക്കുറിച്ചും ഒക്കെയുള്ള എഡ്യൂക്കേഷണൽ വ്യൂസ് ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഇനി ആ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നലെ റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ആദ്യം ലാർസൻ ആൻഡ് ടുബ്രോ. പ്രോഫിറ്റിൽ 15% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 2,947 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ 19% വർദ്ധിച്ചു. 55,128 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. സ്ട്രോങ് ഓർഡർ ബുക്കും മാനുഫാക്ചറിംഗ് പോർട്ട്ഫോളിയോയും തന്നെയാണ് ഈ വർധനവിന് കാരണമായിരിക്കുന്നത്. അടുത്തത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 10.6% ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടാക്കി. 1,378.9 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.6% വർധനവുണ്ടായി. 7,215 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി വോൾട്ടാസ് ആയിരുന്നു. നെറ്റ് ലോസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 27.6 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 110.5 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ഇയർ ഓൺ ഇയറിൽ 31% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2,625.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി പോളിസി ബസാറാണ്, PB ഫിൻടെക്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 37 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 87 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 43% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 871 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് TCSനെ സംബന്ധിച്ചാണ്. TCSും അവീവയുടെ UK ലൈഫ് ബിസിനസ്സിനെ പരിവർത്തനം ചെയ്യുന്നതിന് TCSന്റെ ബനാസിസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കും. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് കരാറ്. 15 വർഷമാണ് ഈ കരാറിൻ്റെ കാലാവധി. മറ്റൊരു വാർത്ത പാര ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസിനെ സംബന്ധിച്ചതാണ്. റിമോട്ട് കൺട്രോൾ ബോർഡുകൾ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ സാങ്കേതിക കൈമാറ്റത്തിനായി DRDOയുമായി ഒരു ലൈസൻസിങ് കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാരുതി സുസുക്കി ഇന്ത്യ, സൺ ഫാർമസ്യൂട്ടിക്കൽസ്, ശ്രീ സിമെൻറ്റ്, അംബുജ സിമെൻറ്റ്, ബാങ്ക് ഓഫ് ബറോഡ, ഡാബർ ഇന്ത്യ, അമർ രാജ ബാറ്ററീസ്, അദാനി വിൽമർ, ബാലാജി അമിനീസ്, ഡിക്സോൺ ടെക്നോളജീസ്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, GMR എയർപോർട്ട് ഇൻഫ്ര, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, IRB ഇൻഫ്ര ഡെവലപ്പേഴ്സ്, ജിൻഡാൽ സ്റ്റീൽ, ജൂബിലിയൻ ഫുഡ് വർക്ക്സ്, ജ്യോതി ലാബ്സ്, കല്യാൺ ജ്വല്ലേഴ്സ്, മാൻകൈൻ ഫാർമ, PVR ഇനോക്സ്, സുസ്ലോൺ എനർജി എന്നീ കമ്പനികളാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&A സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ആസാദ് എഞ്ചിനീയറിംഗ്. ജനുവരി 29 നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്.
വെറും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 19% ഇതിൽ പ്രോഫിറ്റായി ലഭിച്ചത്. എൻട്രി ചെയ്യുന്നത് 716 എന്ന നിലയിലാണ്. സ്റ്റോക്ക് 854 വരെ എത്തി. ഏകദേശം 19% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അപ്പർ സർക്യൂട്ടിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു സ്റ്റോക്ക് NCC ആയിരുന്നു. ജനുവരി 29 തന്നെയാണ് സ്റ്റോക്കിലും നമ്മൾ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തത് 204 എന്ന നിലയിൽ 219 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 7.70% സ്റ്റോക്ക് ഉയർന്നു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ആയിരുന്നു. ജനുവരി 25 സ്റ്റോക്കിൽ എൻട്രി എടുത്ത് 198 എന്ന നിലയിൽ എൻട്രി എടുത്ത് 219 വരെ സ്റ്റോക്ക് അപ്പായി. 10.60% ആണ് ഉയർന്നത്. 4 ദിവസം കൊണ്ടാണ് നമുക്ക് ഈ 10%-നടുത്ത് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് രത്തൻ ഇന്ത്യ ആയിരുന്നു. ജനുവരി 29 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന 86.15 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 94 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 9%-നടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് ഡൗൺ ആയി. ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇപ്പോൾ ഹോൾഡിങ്ങിൽ തന്നെയാണ്. ഇൻട്രാഡേയിൽ മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന 2 സ്റ്റോക്കുകൾ പറയാം. CESC ലിമിറ്റഡ് 144 എന്ന നിലയിൽ എൻട്രി എടുത്തു. 149.9 വരെ സ്റ്റോക്ക് അപ്പായി. 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് സ്വാൻ എനർജിയാണ്. 631 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 1.5%-നടുത്ത് പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. അടുത്തത് F&O സെഗ്മെന്റിലേക്ക്. F&O സെഗ്മെന്റിൽ LIC ഹൗസിംഗ് ഫിനാൻസ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. 600 CA ആയിരുന്നു പറഞ്ഞത്. 602 എന്ന നിലയിൽ എൻട്രി എടുത്തു. 615 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. സ്റ്റോക്കിൽ നല്ല റാലിയാണ് ഇന്നലെ കണ്ടത്. 627 വരെ സ്റ്റോക്ക് അപ്പായി. ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1970 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 1002 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ജനുവരി മാസം ഇതിനോടകം 37,600 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.39% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.72% ഇടിഞ്ഞു. S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്തത്. Q4 റിസൾട്ടുകൾക്ക് ശേഷം ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റ് ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 5.5% ഇടിവ് രേഖപ്പെടുത്തി. ടെക് സെക്ടർ 2023 നിന്ന് 2024 കടക്കുമ്പോൾ ഏകദേശം 29 മടങ്ങ് ഉയർന്ന വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സിന് മുന്നിലുള്ളത് കൊണ്ട് തന്നെ ടെക് കമ്പനികളുടെ നല്ല റിസൾട്ടിനായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഉള്ളത് ഫെഡറൽ ബാങ്കിന്റെ റേറ്റ് ഡിസിഷൻ തന്നെയാണ്. CME ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് സെൻട്രൽ ബാങ്കിന്റെ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാൻ 98% സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ യോഗത്തിന് ശേഷം ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് നിർണായകമാകും. ഫെഡിന്റെ നിലപാടുകൾ മാർക്കറ്റിനെ സ്വാധീനിക്കും. അടുത്തത് ഇന്നത്തെ ഏർണിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ബോയിങ്ങിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ചിപ്പ് മേക്കർ ക്വാൽകോമിന്റെ റിസൾട്ടും ഇന്നാണ് വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ഇൻഫോസിസ് 1.07% ഇടിഞ്ഞു. വിപ്രോയും 1.31% ഇടിഞ്ഞു. ടെക് സ്റ്റോക്കുകൾ പൊതുവെ ഇന്നലെ US ഇടിയുകയുണ്ടായി. ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ HDFC ബാങ്ക് 0.68% ഉയർന്നു. ICICI ബാങ്ക് 0.66% ഉയർന്നു. ആക്സിസ് ബാങ്ക് 1.39% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. ഡോക്ടർ റെഡ്ഡി 0.90% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. അവിടെ വലിയ നേട്ടം ഇന്നലെ ഉണ്ടാക്കിയത് മേക്ക് മൈ ട്രിപ്പ് ആയിരുന്നു. 5.77% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകളിലും ഇന്നലെ ബാങ്കിങ് സ്റ്റോക്സ് നല്ല നേട്ടമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.05% നേട്ടത്തിലും S&P 500 0.36% ഇടിവിലും നാസ്ഡാക്ക് 0.77% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ യൂറോസോണിൻ്റെ പ്രിലിമിനറി ഫോർത്ത് ക്വാർട്ടർ GDP ഫിഗേഴ്സ് ഡൈജസ്റ്റ് ചെയ്തതോടെ യൂറോപ്യൻ വിപണി ചൊവ്വാഴ്ച നേട്ടമുണ്ടാക്കി. UK മാർക്കറ്റ് FTSE 0.44% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.48% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.18% ഉയർന്നും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.18% നേട്ടമുണ്ടാക്കിയാണ് ക്ലോസ് ചെയ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിങ് സെക്ടർ 1% മുകളിൽ അവിടെ നേട്ടമുണ്ടാക്കി. മൈനിങ് സെക്ടർ 1.3% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഡാക്സ് 0.12% ഉയർന്നാണുള്ളത്. CAC 0.06% ഉയർന്നും FTSE 0.11% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇൻഫ്ലേഷൻ നമ്പർ പുറത്തുവരും. ചൈനയിൽ നിന്ന് ജനുവരിയിലെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഫിഗേഴ്സ് പുറത്തു വരാനുണ്ട്. റീറ്റെയിൽ സെയിൽസ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡാറ്റ
എന്നിവ ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും വരുന്നുണ്ട്. ഒരുപാട് ഇവൻറ്റ്സ് ഉള്ള ദിവസം തന്നെയാണ്. ഇനി ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,638 0.04% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്നൊരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ചെറിയ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനൊക്കെയാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിലാണ്. നിക്കി മാർക്കറ്റ് 0.79% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.31% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.29% ഇടിഞ്ഞുമാണ് ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. സൗദി ആരാംകോ അതിൻ്റെ ക്രൂഡ് ഉൽപ്പാദന ശേഷി പ്രതിദിനം 13 ദശലക്ഷം ബാരലായി ഉയർത്താനുള്ള പദ്ധതികൾ താൽക്കാലികമായി നിർത്തിയതിനെ തുടർന്ന് ഓയിൽ പ്രൈസുകൾ 1%-ലധികം ഇടിയുകയുണ്ടായി. ഭാവിയിലെ സപ്ലൈ ഡിമാൻഡ് ആശങ്കകളാണ് ഇടിവിന് കാരണം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഉള്ളത് $82.22 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.24% ഇടിവിലാണ് ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. WTI $77.62 പെർ ബാരൽ എന്ന നിലയിൽ 0.26% ഇടിവിൽ തന്നെയാണ് ക്രൂഡ് ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.